ഹായ്. ഇന്നത്തെ വീഡിയോ കോഫി ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് കഫേയിൽ കിട്ടുന്ന അമേരിക്കാനോ, ലാറ്റെ, എക്സ്പ്രസ്സോ, കാപ്പച്ചിനോ എന്നിട്ട് വേണ്ടിയുള്ള എല്ലാ കോഫിയും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. മിൽക്ക് ഫോർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ കോഫി ഉണ്ടാക്കുന്നത്. അത് ഉപയോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഫി കഫേയിലത്തെ പോലെ തന്നെ നല്ല ക്രീമി ആയിട്ട് നല്ല പതഞ്ഞ് നല്ല തിക്നെസ് ആയിട്ടുള്ള ഒരു കോഫി ആയിട്ട് മാറും അത്. അപ്പം നമുക്ക് ഈ മിൽക്ക് ഫോർട്ടർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കഫേയിലത്തെ പോലത്തെ കോഫി ഉണ്ടാക്കുന്നത് എന്ന് നോക്കേ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 2 കപ്പ് കാപ്പച്ചീനോ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര ടേബിൾ സ്പൂൺ വീതം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടത്. ഞാൻ നെസ്കഫേൻ്റെ പൗഡറാണ് ഇട്ടത്. ഏത് ബ്രൂ ആണോ നെസ്കഫേ ആണോ ഏത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണോ യൂസ് ചെയ്യുന്നത് അത് ഇടാം. പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇടാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വീതം വെള്ളമാണ് ഒഴിക്കുന്നത്. ഹോട്ട് കോഫിയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ചൂടായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുക. കോൾഡ് കോഫി ആണെങ്കിൽ നമുക്ക് തണുത്ത നോർമൽ വെള്ളം യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഈ ഫോർത്തർ ഉപയോഗിച്ചിട്ട് ഇത് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനധികം ലേറ്റ് ആവുന്നില്ല, പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ. നല്ലൊരു ക്രീമി ആയിട്ട് തിക്ക് ക്രീം കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടും. ഇത് ഈ ബീറ്ററിലെ ഫോർത്തർ നമുക്ക് ആമസോണിൽ വാങ്ങാൻ അവൈലബിൾ ആണ്. നല്ല ഒരു 300 മുതൽ ഒരു 2000 എബോവ് വരെ ഇതിൻ്റെ പ്രൈസ് ഉണ്ട്. ഇത് ബാറ്ററി ഇട്ട് വർക്ക് ചെയ്യുന്നതുണ്ട്, ചാർജ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ. പല റേറ്റിലുള്ളതുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണിത്. നമുക്ക് പെട്ടെന്നൊക്കെ നല്ലൊരു കോഫി കുടിക്കണം എന്നൊക്കെ തോന്നിയാൽ ഇത് യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു നല്ലൊരു കോഫി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുട്ടികൾക്കുള്ള പാല് ബീറ്റ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ നമ്മൾ ഹെൽത്ത് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാകും. നമ്മൾ സാധാരണ കോഫിയും ഇങ്ങനെ ബീറ്റ് ചെയ്ത കോഫിയും കുടിക്കുന്ന വ്യത്യാസമില്ല, അതേപോലെ തന്നെ ആയിരിക്കും കുട്ടികളുടെ ഡ്രിങ്ക്സിലും വരുന്ന വ്യത്യാസം. ഈ ഫോർത്തർ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമേ. ഇനി ഇതേ നമ്മൾ ഈ ക്രീം കൺസിസ്റ്റൻസിയിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പൂണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കൊരു ഹാഫ് ആൻ അവർ ഇങ്ങനെ സ്പൂൺ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ടി വരും. വലിയ കേക്കിൻ്റെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നതെങ്കിലേ നമുക്ക് വേറൊരു വലിയ പാത്രത്തിൽ വെച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഏത് കപ്പിലാണോ നമ്മൾ കോഫി കുടിക്കുന്നത് അതേ കപ്പിൽ സെയിം കപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതാ ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ കാച്ചി വെച്ച പാൽ ഈ മിക്സിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിതിലേക്ക് പാലെടുക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ഇതിലൊഴിച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ കുറച്ച് ബാക്കിയുള്ള എല്ലാ പാലും ഓക്കെയാണ്. ഇനി നല്ല കൂടുതൽ പതഞ്ഞ കോഫിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് ആ പാല് വേണമെങ്കിൽ ഈ ഫോർത്തർ ഉപയോഗിച്ചിട്ട് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് നല്ല പതഞ്ഞ കോഫി കിട്ടും. പാലൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് പൊടി ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്താൽ നമ്മൾ പെർഫെക്റ്റ് കാപ്പച്ചിനോ റെഡിയായി. ഇങ്ങനൊന്നും കോഫി ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ തന്നെ ആയിരിക്കും കോഫി ഉണ്ടാക്കുക. അത്രയ്ക്ക് ഈസിയാണ്, പക്ഷെ വളരെ ടേസ്റ്റിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഈ ഫോർത്തർ ഞാൻ ഏകദേശം 2 വർഷത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരുവിധ പ്രശ്നവും ഇതിന് പറ്റിയിട്ടില്ല. ചിലപ്പോൾ ചാർജ് ഡൗൺ ആകുമ്പോൾ നമ്മളൊന്ന് റീചാർജ് ചെയ്ത് കൊടുത്താൽ മതി, യാതൊരുവിധ കുഴപ്പമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. കോഫീൻ്റെ കാര്യത്തിലാണെങ്കിൽ നോ കോംപ്രമൈസ്. ഇനി ഇത് നമുക്ക് സെയിം ഫോർത്തർ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് റെഡിയാക്കാം കേട്ടോ. നമ്മളിത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിൽ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ, ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ കൊക്കോ പൗഡർ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കാച്ചി വെച്ച പാലിന് ഒരു 1/4 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ആ ഫോർത്തർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിലേക്ക് കാച്ചി വെച്ച ബാക്കി പാലും കൂടി നന്നായിട്ട് ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിന് നമുക്കിത് മാഷ് മെല്ലോസോ എന്തെങ്കിലുമൊക്കെ ഇട്ട് നല്ലോണം ഡെക്കറേറ്റ് ചെയ്യുക. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവും.